ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെന്താ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്മൂത്തിയുടെ റെസിപ്പി നോക്കിയാലോ. പ്രത്യേകിച്ച് ഈ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്മൂത്തിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു സ്പൂൺ ചിയാ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചിയാ സീഡ്സ് എടുക്കുമ്പോൾ വളരെ കുറച്ച് എമൗണ്ടിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കും. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. നമ്മൾ ഓട്സ് എടുക്കുമ്പോൾ റോൾഡ് ഓട്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിഷ്ഡ് ഓട്സിനേക്കാളും കുറച്ചും കൂടി നല്ലത് റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സിന് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോളിഷ്ഡ് ഓട്സ് എടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1/2 കപ്പോളം ഓട്സ് എടുക്കാം. ഇനി നമുക്കത് മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പോളം പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്കിനി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി മധുരം ഒട്ടും വേണ്ടാത്ത ഡേറ്റ്സ് വേണ്ടാന്ന് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 200 മില്ലി ആൽമണ്ട് മിൽക്കാണ്. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് മിൽക്ക് ഇല്ലെങ്കിൽ തലേ ദിവസം ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ബദാം ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ബദാമിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 150 മില്ലി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിയാ സീഡ്സ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്മൂത്തി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പൈനാപ്പിൾ സ്മൂത്തി റെഡിയായി.